കൊച്ചി മണ്ണൂരിലെ പ്ലൈവുഡ് കമ്പനിയിൽ നിന്ന് 3 അസം സ്വദേശികൾ പിടിയിൽ. ഇവർ ബോഡോ തീവ്രവാദികളാണെന്ന് പോലീസ് പറയുന്നു. 2017 അസമിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതികളാണിവരെന്ന് കൊച്ചി DCP ഹിമേന്ദ്രനാഥ് അറിയിച്ചു. മണ്ണൂരിലെ പ്ലൈവുഡ് കമ്പനിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ദലാങ് സ്വദേശി ദുംകേതു ബ്രഹ്മ, ഫെർബോ സ്വദേശി പ്രീതാം ബസുമത്രി, മേഹാര സ്വദേശി മനു ബസുമത്രി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അസം പോലീസിൽ നിന്ന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പെരുമ്പാവൂർ മേഖലയിൽ ഇവർക്കായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. 2017 അസമിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ UAPA ചുമത്തിയ ബോഡോ തീവ്രവാദികളാണ് മൂവരുമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചെന്നും കൊച്ചി DCP ഹിമേന്ദ്രനാഥ് പറഞ്ഞു. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോർഡർലാൻഡ് ഇത് ഒരു ബാൻഡ് ഓർഗനൈസേഷനാണ്. ദാറ്റ്സ് വൈ UAPA അട്രാക്ട് ആയിരുന്നു. സോ ഈ 3 പേർ ഇപ്പോൾ ഈ ആലുവ ജുറിസ്ഡിക്ഷനിലോ താമസിക്കുന്നുണ്ട്. പിന്നെ they are working there and our information inputs നമ്മൾ കിട്ടി. സോ ഇതിന് അടിസ്ഥാനത്തിൽ we immediately formed a team. കൂടാതെ കൂടുതൽ ഇൻഫർമേഷൻ പോലെ we got our special branch senior officers and we got more details. പിന്നെ concrete ആയിട്ട് we got to know that they are residing and they are working in ഒരു Skyply എന്ന ഒരു ഫാക്ടറി. മൂവർക്കും ആയുധ പരിശീലനം അടക്കം ലഭിച്ചിട്ടുണ്ട്. 1 മാസം മുൻപാണ് ഇവർ അസമിൽ നിന്ന് കേരളത്തിലെത്തിയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. മൂവരുടെയും സർട്ടിഫിക്കറ്റുകളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവർ കസ്റ്റഡിയിലായ വിവരമറിഞ്ഞ് അസമിൽ നിന്നുള്ള പോലീസ് സംഘം കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അസം പോലീസ് എത്തിയാൽ പ്രതികളെ കൈമാറാനാണ് തീരുമാനം. കൂടുതൽ ബോഡോ തീവ്രവാദികൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും DCP ഹിമേന്ദ്രനാഥ് അറിയിച്ചു. മീഡിയ 1 കൊച്ചി.